നമസ്കാരം. വി ഡി സതീഷിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരത്തിലേറിയിട്ട് 2 മാസമാവുകയാണ്. നമുക്കറിയാം, പല ഇടങ്ങളിലും പല സ്ഥാനങ്ങളിലേക്കും ആളുകളെ വയ്ക്കാനുള്ള താമസം എന്തിനാണെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. സിനിമയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഞാൻ ഈ വാർത്ത ചെയ്യുന്നത്. സിനിമ മേഖലയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ചലച്ചിത്ര അക്കാദമിയൊക്കെ അങ്ങനെ എത്രയോ ക്ഷേമനിധി ബോർഡ്, ഇവിടെയൊക്കെ ആളുകളെ വെക്കേണ്ട സാഹചര്യമാണുള്ളത്. ഇതുവരെ അവിടെയൊന്നും ആളുകളെ വെക്കാത്തതിൻ്റെ പ്രശ്നങ്ങൾ വലുതാണെന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം അവിടെ ഇപ്പം തിരുവനന്തപുരത്ത് ഇതിലേക്ക് സ്ഥാനത്തേക്ക് വേണ്ടി ആളുകൾ ഒഴുകി നടക്കുകയാണ്. കോൺഗ്രസ് ആണല്ലോ പാർട്ടി. അപ്പോൾ കോൺഗ്രസിൽ നിന്ന് തന്നെ മണ്ഡലം പ്രസിഡന്റ് മുതലുള്ള ആളുകളുടെ റെക്കമെൻഡേഷൻ പോകും, പിന്നീട് തലപ്പത്തുള്ള റെക്കമെൻഡേഷൻ പോകും. ഇവിടെ ഇപ്പോൾ പഴയ ഇടതുപക്ഷക്കാരൊക്കെ ഇപ്പോൾ അവിടെ മുട്ടുന്നുണ്ട്. പഴയ ഇടതുപക്ഷക്കാർ പുതിയ കോൺഗ്രസ്സിലേക്ക് വന്നിട്ട് അവിടെ വാതിൽ മുട്ടുന്നുണ്ട്. എന്തെങ്കിലും സ്ഥാനം, ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനമൊക്കെ വേണമെന്ന് വാതിൽ മുട്ടുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഓഗസ്റ്റ് മാസത്തിലാണ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ നടത്താറുണ്ട്. ഇതിൻ്റെ കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞിരുന്നു, സംസ്കാര വകുപ്പ് മന്ത്രി വിഷ്ണുനാഥ് പറഞ്ഞിരുന്നു, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്, ഉടൻ തന്നെ തലപ്പത്തേക്ക് ആൾ വരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓഗസ്റ്റിലാണ് ഇത് നടക്കേണ്ടത്. അത് ഓഗസ്റ്റിൽ നിന്നും സെപ്റ്റംബറിലേക്ക് മാറാനുള്ള സാധ്യത. അങ്ങനെ ഡിസംബറിലാണ് നമ്മുടെ ഫിലിം ഫെസ്റ്റിവൽ നടക്കേണ്ടത്. അതും വൈകാനുള്ള സാധ്യത. ഇത്രയും വൈകാനുള്ള കാര്യം എന്തിനാണ്? ഒരു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തേക്ക് ആളെ കണ്ടെത്താൻ കോൺഗ്രസിന് പറ്റുന്നില്ലേ? പിന്നെ എന്തു പറയാനാണ്? അതിനിടയിൽ വി ഡി സതീഷിൻ്റെ ഗ്രൂപ്പ്, കെ സി വേണുഗോപാലിൻ്റെ ഗ്രൂപ്പ്, ഇങ്ങനെ ഗ്രൂപ്പ് കളി. ആ ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ആളെ വെക്കണമെന്ന് പറയുന്നു. കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് ആളെ വെക്കാൻ പോലും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. അതെല്ലാം ഗ്രൂപ്പ് അടിസ്ഥാനത്തിലേക്കാണ് പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട ഈ ചലച്ചിത്ര അക്കാദമി തന്നെ ഞാൻ പറയാം. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തേക്ക് ഇപ്പോൾ ഒരു പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്, ശങ്കർ മോഹൻ. നമുക്കറിയാം, കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ഡയറക്ടറായിരുന്ന ശങ്കർ മോഹൻ ജാതി വിവേചനം ആരോപണങ്ങളെ തുടർന്നുണ്ടായ ശക്തമായ സമരം കാരണം 2023 ജനുവരി 21 പദവി രാജിവെച്ചൊരു വ്യക്തി. ഇദ്ദേഹത്തിൻ്റെ പേര് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു ഡയറക്ടർ, മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡയറക്ടർ തന്നെ അതിന് റെക്കമെൻഡേഷൻ ചെയ്യുന്നു, അദ്ദേഹത്തെ വെക്കണമെന്നൊക്കെ പറയുന്നു. ഇദ്ദേഹത്തിനെ നമുക്കറിയാം, ഏറ്റവും വലിയ സമരം നടത്തിയാണ് ഇദ്ദേഹം രാജിവെച്ചത്. അദ്ദേഹത്തെ കൊണ്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണ്? അതിനുള്ള ചരട് വലികൾ നടക്കുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ചർച്ച നടക്കുന്നു. പക്ഷേ അദ്ദേഹത്തെ പോലെ ആളുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും, ഞാൻ തുറന്നു പറഞ്ഞു, ചലച്ചിത്ര അക്കാദമി സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പോലെ ആളുകൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ പലതും സംഭവിക്കും. കാരണം അത്തരം ആളുകളൊന്നും വെക്കരുത്. കോൺഗ്രസ് അങ്ങനെ വെക്കുമോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷേ മന്ത്രി ആർജവം കാണിക്കണം. മന്ത്രിക്ക് ഇതൊക്കെ അറിയാവുന്നവരാണ്. മന്ത്രി ആർജവം കാണിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇദ്ദേഹത്തിൻ്റെ രാജിയോടൊപ്പം തന്നെയായിരുന്നു അന്ന് ചെയർമാനായിരുന്ന അടൂർ ഗോപാലകൃഷ്ണൻ. ഇദ്ദേഹത്തിന് പിന്തുണയെ രാജിവെച്ച ഒരു ചരിത്രമൊക്കെ ഉണ്ട്. അടൂർ ഗോപാലകൃഷ്ണൻ ഇദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് രാജിവെച്ച ഒരു ചരിത്രമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ പോലെയുള്ളവരൊക്കെ ഇതൊക്കെ ചിന്തിക്കണം. ഇദ്ദേഹത്തിനൊക്കെ വെക്കുന്നതിന് തടസ്സം നിൽക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിനൊരു തീർപ്പുണ്ടാക്കണം. കാരണം അല്ലെങ്കിൽ സിനിമാ മേഖലയൊക്കെ വലിയ പ്രതിസന്ധി പോകുന്ന സമയത്ത് ആരോട് പോയി സംസാരിക്കുകയാണ്? ആരോടാണ് സംസാരിക്കേണ്ടത്? സിനിമാ മേഖലയുള്ളവർ എന്നും മന്ത്രിയെ കണ്ട് സംസാരിക്കാൻ പറ്റും? ഒരു ചെയർമാൻ ഉണ്ടാവണം, ആ ചെയർമാൻ വഴി പോകണം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇത്ര നാളായിട്ട് അതൊന്നും ക്ഷേമനിധി ബോർഡിലാണെങ്കിലും ചലച്ചിത്ര അക്കാദമി ചെയർമാനും നാടക അക്കാദമി, അങ്ങനെ കുറേ അക്കാദമികളുണ്ട്. ഇതിനൊന്നും തലപ്പത്തേക്ക് ആൾ വെക്കാൻ കഴിയാത്ത കോൺഗ്രസ് പാർട്ടി ഇരുട്ടിൽ തപ്പുകയാണ്. ആ ഇരുട്ടിൽ തപ്പുന്നതിൻ്റെ കാരണം റെക്കമെൻഡേഷൻ്റെ കൂടുതൽ. നേരത്തെ പറഞ്ഞ പഴയ ഇടതുപക്ഷക്കാർ കോൺഗ്രസ്സിലേക്ക് വന്ന്, പഴയ കോൺഗ്രസ്സുകാർ ഇടതുപക്ഷത്തിലേക്ക് പോയി, ഇടതുപക്ഷത്തിന് ചാടി കോൺഗ്രസ്സിലേക്ക് വന്ന്, ഇങ്ങനെ ചാടി നടക്കുന്ന കുറേ ആളുകളൊക്കെ ഇപ്പോൾ സ്ഥാനത്തിന് വേണ്ടി ഇടിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് മന്ത്രിയുടെ ഓഫീസിൽ കയറി നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അതൊക്കെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരാളെ ഉടൻ തന്നെ നിയോഗിക്കണം. എല്ലാ ഭാഗത്തും എല്ലാത്തിൻ്റെയും തലപ്പത്ത് ആളുകൾ വരാറുണ്ട്. അങ്ങനെയൊന്നും ആളുകൾ വരുന്നില്ല. മന്ത്രിമാരുടെ ഓഫീസിൽ തന്നെ ആളുകളെ നിയമിച്ചു തുടങ്ങിയപ്പോഴാണെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. പല മന്ത്രിയുടെ ഓഫീസിലുള്ള ആളുകളെ നിയമിച്ച് 20 സ്റ്റാഫ് എടുക്കുന്ന സ്ഥലത്തേക്ക് 5 സ്റ്റാഫ്, 6 സ്റ്റാഫ്, 8 സ്റ്റാഫൊക്കെ ആയിട്ടുള്ളൂ. ഇനിയും ഈ റെക്കമെൻഡേഷനാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും വലിയ ഇതാണ്. കോൺഗ്രസ് പാർട്ടിയുടെ ഇത് പറയുമ്പോൾ റെക്കമെൻഡേഷൻ കൂടുതലാണ്. അതാണെന്ന് തോന്നുന്നു ഈ വൈകുന്നത്. പക്ഷേ ഈ ചലച്ചിത്ര അക്കാദമിയിൽ കോൺഗ്രസിൻ്റെ റെക്കമെൻഡേഷൻ, ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിലുള്ള റെക്കമെൻഡേഷൻ, അതോടൊപ്പം തന്നെ ചില സിനിമാക്കാരുടെ വലിയ തലപ്പത്തിരിക്കുന്ന സിനിമാക്കാരുണ്ട്. ആ സിനിമാക്കാരെന്ന് വെച്ചാൽ അതിൻ്റെ സംവിധായകരും നിർമ്മാതാക്കളുണ്ട്, ഇവരുടെ റെക്കമെൻഡേഷൻ വേറെ. ഇതെല്ലാം കൂടി
വിശ്വനാഥ് എന്ന മന്ത്രിക്ക് ആകെ പ്രശ്നമായിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. നമുക്ക് കാത്തിരുന്ന് കാണാം ആരെയാണ് നിയമിക്കുക, ആരായിരിക്കും തലപ്പത്ത് വരിക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.